നമസ്കാരം. വി ആർ ഫാർമ ഗൈഡ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പുകവലി നിർത്താൻ സഹായിക്കുന്ന നിക്കോട്ടിൻ ഗം ആൻഡ് നിക്കോട്ടിൻ പാച്ച്, ഈ രണ്ട് പ്രോഡക്റ്റുകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊക്കെ അറിഞ്ഞിട്ടും പലർക്കും പുകവലി നിർത്താൻ കഴിയുന്നില്ല. കാരണം നിക്കോട്ടിനിലുള്ള അഡിക്ഷൻ. സിഗരറ്റിലുള്ള നിക്കോട്ടിൻ തലച്ചോറിനെ ബാധിച്ച് വീണ്ടും വീണ്ടും പുകവലിക്കണമെന്ന തോന്നൽ ഉണ്ടാക്കും. അതുകൊണ്ട് പുകവലി നിർത്താൻ ശ്രമിക്കുമ്പോൾ അസ്വസ്ഥത, ദേഷ്യം, ഉത്കണ്ഠ, തലവേദന, ശ്രദ്ധ കുറയൽ, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും വരാം. ചിലർ 2-3 ദിവസം നിർത്തിയിട്ട് വീണ്ടും പുകവലിയിലേക്ക് മടങ്ങിപ്പോകും. അതിനാലാണ് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി പ്രോഡക്ട്സ് പലർക്കും സഹായകരമാകുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് നിക്കോട്ടിൻ ഗം എന്താണ്, നിക്കോട്ടിൻ ഓറലി ഡിസൻറ്റഗ്രേറ്റിംഗ് പാച്ച് എന്താണ്, ഇവ എങ്ങനെ പ്രവർത്തിക്കുന്നു, സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് എന്നിവയെക്കുറിച്ചാണ്. ആദ്യം പുകവലി നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. പുകവലി ശ്വാസകോശത്തെ മാത്രമല്ല ബാധിക്കുന്നത്. ഹൃദ്രോഗം, രക്തസമ്മർദ്ദം, സ്ട്രോക്ക്, ശ്വാസകോശ രോഗങ്ങൾ, ക്യാൻസർ സാധ്യത ഇതെല്ലാം പുകവലി മൂലം കൂടാം. അതുപോലെ വീട്ടിലുള്ളവർക്കും പാസീവ് സ്മോക്കിംഗ് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് പുകവലി നിർത്തുന്നത് ശരീരത്തിന് വലിയ നല്ല മാറ്റമാണ്. ആദ്യം നമുക്ക് നിക്കോട്ടിൻ ഗം എന്താണെന്ന് നോക്കാം. ഇത് സാധാരണ ചവയ്ക്കുന്ന ച്യൂയിങ് ഗം പോലെ തോന്നും. പക്ഷേ ഇതിൽ നിയന്ത്രിത അളവിൽ നിക്കോട്ടിൻ അടങ്ങിയിരിക്കും. പുകവലി നിർത്താൻ ശ്രമിക്കുമ്പോൾ വരുന്ന ക്രാവിംഗ് കുറയ്ക്കാൻ ഇത് സഹായിക്കാം. വ്യത്യസ്ത അളവുകളിൽ ഇത് ലഭിക്കും. ഒരു ദിവസം കൂടുതൽ സിഗരറ്റ് ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ സ്ട്രെങ്ത് ആവശ്യമായി വരാം. പക്ഷേ ഡോസേജ് സ്വയം തീരുമാനിക്കരുത്. ഡോക്ടർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നതാണ് നല്ലത്. നിക്കോട്ടിൻ ഓറലി ഡിസൻറ്റഗ്രേറ്റിംഗ് പാച്ച് എന്താണെന്ന് നോക്കാം. ഇത് വായിൽ വെച്ചാൽ പതിയെ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് പ്രോഡക്റ്റാണ്. നിക്കോട്ടിൻ വായിലൂടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്ത് പുകവലി നിർത്തുമ്പോൾ വരുന്ന ക്രാവിംഗ് കുറയ്ക്കാൻ സഹായിക്കാം. ഇത് സാധാരണ ച്യൂയിങ് ഗം പോലെ തുടർച്ചയായി ചവയ്ക്കേണ്ട ഒരു പ്രോഡക്റ്റ് അല്ല. പുകവലി നിർത്താൻ സഹായിക്കുന്ന പലർക്കും ഇത് സഹായകരമായ ഒരു മാർഗമായി ഉപയോഗിക്കാം. ഇനി ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഉപയോഗിച്ചാലും അഡിക്ഷൻ ഉണ്ടാകുമോ എന്ന് നോക്കാം. പലർക്കും ഉള്ള ഒരു സംശയമാണ് ഈ പ്രോഡക്ട്സിലും നിക്കോട്ടിൻ ഉള്ളപ്പോൾ വീണ്ടും അഡിക്ഷൻ ഉണ്ടാവില്ലേ എന്നത്. ഇതിലും നിക്കോട്ടിൻ ഉള്ളതിനാൽ ഡിപ്പെൻഡൻസ് സാധ്യത പൂർണ്ണമായി ഇല്ലാതാകില്ല. പക്ഷേ സിഗരറ്റിനേക്കാൾ നിയന്ത്രിത രീതിയിലും കുറവ് ദോഷകരമായ രീതിയിലുമാണ് നിക്കോട്ടിൻ നൽകുക എന്നതാണ് ഈ പ്രോഡക്ട്സിൻ്റെ ലക്ഷ്യം. സിഗരറ്റിൽ നിക്കോട്ടിൻ വളരെ വേഗത്തിൽ തലച്ചോറിലേക്ക് എത്തുന്നതിനാൽ ശക്തമായ അഡിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി പ്രോഡക്ട്സ് സാധാരണ നിയന്ത്രിത അളവിലും പതുക്കെയുള്ള ആഗിരണ രീതിയിലുമാണ് പ്രവർത്തിക്കുന്നത്. പിന്നീട് അളവ് പതുക്കെ കുറച്ച് നിക്കോട്ടിൻ പോലും ശ്രമിക്കാനാണ് സാധാരണ ശ്രമിക്കുന്നത്. ഇനി നിക്കോട്ടിൻ ഗമ്മും ഓറലി ഡിസൻറ്റഗ്രേറ്റിംഗ് പാച്ച് പ്രോഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. നിക്കോട്ടിൻ ഗം സാധാരണ ച്യൂയിങ് ഗമ്മിൻ്റെ രൂപത്തിലായിരിക്കും. പക്ഷേ ഓറലി ഡിസൻറ്റഗ്രേറ്റിംഗ് പ്രോഡക്ട്സ് പാച്ച് പോലുള്ളവ വായിൽ വെച്ചാൽ പതുക്കെ അലിഞ്ഞു പോകുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. രണ്ടും നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് പ്രോഡക്ട്സ് ആണെങ്കിലും ഉപയോഗ രീതിയിൽ വ്യത്യാസം ഉണ്ടാകും. ഇനി ഇത്തരം പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുമ്പോൾ ആളുകൾ സാധാരണ ചെയ്യുന്ന തെറ്റുകൾ നോക്കാം. ചിലർ പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോഴും പുകവലി തുടരും. ഇത് സൈഡ് എഫക്ട്സ് കൂടാൻ സാധ്യത ഉണ്ടാകാം. മറ്റ് ചിലർ ഡോസേജ് കൂട്ടിയാൽ വേഗത്തിൽ ഫലം കിട്ടുമെന്ന് കരുതും. അതും തെറ്റാണ്.
ഈ പ്രോഡക്ട്സ് ഡോക്ടർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കണം. സൈഡ് എഫക്ട്സ്: ചിലർക്ക് വായിൽ അസ്വസ്ഥത, ഛർദി, ഹിക്കസ്, തൊണ്ടയിൽ ബുദ്ധിമുട്ട്, തലചുറ്റൽ പോലുള്ള സൈഡ് എഫക്ട്സ് വരാം. ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറുടെ സഹായം തേടണം. ഇത്തരം പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുമ്പോൾ ഗർഭിണികൾ, ഗുരുതര ഹൃദ്രോഗമുള്ളവർ എന്നിവർ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കുട്ടികൾ എത്താത്ത സ്ഥലത്ത് ഇത്തരം പ്രോഡക്ട്സുകൾ സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം. മാർക്കറ്റിൽ പലതരം പ്രോഡക്ട്സുകൾ ലഭ്യമാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള പ്രധാനമന്ത്രി ജൻ ഔഷധി ഷോപ്പുകളിൽ കുറഞ്ഞ വിലയിൽ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് പ്രോഡക്ട്സ് ലഭ്യമാണ്. പല ബ്രാൻഡഡ് പ്രോഡക്റ്റിനേക്കാൾ കുറഞ്ഞ വിലയിൽ ലഭിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ചിലർക്കിത് സഹായകരമായ ഒരു തിരഞ്ഞെടുപ്പാകാം. അവസാനമായി, നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് പ്രോഡക്ട്സ് ഒരു മാജിക് ക്യൂർ അല്ല. പുകവലി പൂർണ്ണമായി നിർത്താൻ മനസ്സിൽ ഉറച്ച തീരുമാനമെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ജീവിതശൈലി മാറ്റങ്ങൾ, കുടുംബത്തിൻ്റെ പിന്തുണ ഇതെല്ലാം അത്യാവശ്യമാണ്. പക്ഷേ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ പുകവലി നിർത്താനുള്ള ശ്രമത്തിൽ ഇവ സഹായകരമായ പ്രവർത്തനങ്ങളാവാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള മരുന്നുകളെ പറ്റിയുള്ള വിശ്വസനീയമായ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.